ഗുരുവായൂരപ്പൻ്റെ കഥകൾ എത്ര കേട്ടാലും മതി വരില്ല. ഓരോരുത്തരുടെ ജീവിതത്തിൽ നീ കാണിക്കണ ഓരോരോ അത്ഭുതങ്ങൾ, എൻ്റെ ഭഗവാനെ, എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ കാണിച്ച ഒരു അത്ഭുതമാണ് ഇനി പറയാനുള്ളത്. വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതുകൊണ്ടാവാം അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ഇഷ്ടദൈവം ഗുരുവായൂരപ്പനായിരുന്നു. അവൾ എന്നും ഗുരുവായൂരപ്പനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എന്നും ഒരുപാട് സങ്കടങ്ങൾ മാത്രമേ ഗുരുവായൂരപ്പൻ അവൾക്ക് കൊടുത്തിരുന്നുള്ളൂ. ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ അമ്മാവനും ഭാര്യയും മക്കളും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ടുപോയി. അവൾ വലിയ സന്തോഷത്തിലാണ് ഗുരുവായൂർ അമ്പലത്തിലെത്തിയത്. കണ്ണനെ കാണാനായിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് അവൾ ഗുരുവായൂരപ്പനെ വിളിച്ച് ഒരുപാട് കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് പറയണേ. ആ സമയത്ത് അവള് ഒരു പിടി അവിലിൻ്റെ എന്ന ആ പാട്ടില്ലേ, അത് ഒരുപാട് തവണ അവള് കരഞ്ഞു പാടിക്കൊണ്ടിരുന്നു എന്നാണ് പറയണേ. അറിയാലോ എല്ലാവർക്കും, ഒരു പിടി അവിലിൻ്റെ കഥയുമായി ഞാൻ എന്ന ആ പാട്ടാണ് അവൾ പാടിയത്. നല്ല അർത്ഥമുള്ള പാട്ടല്ലേ. അങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് അവർ തിരിച്ച് വീട്ടിലെത്തി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി കറക്റ്റ് ഒരു മാസമായിട്ടുണ്ടാവില്ല അവളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നു. എന്താ അറിയോ, ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. 100% ഉറപ്പായിരുന്നു അവൾക്ക് നടക്കില്ല എന്നുള്ളത്. അവളുടെ ജീവിതത്തിൽ അതൊന്നും വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവള്. കാരണം അത്രയും കഷ്ടപ്പാടിലൂടെയായിരുന്നു അവൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എങ്ങനെയോ ചെക്കൻ്റെ വീട്ടുകാർക്ക് ഇവളെ ഇഷ്ടമായി, ഇവർക്ക് അവരെയും ഇഷ്ടമായി. എങ്ങനെയോ സ്വപ്നത്തിലെന്ന പോലെ കല്യാണം നന്നായി നടന്നു. വിവാഹം നടക്കുമെന്നവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നവൾ കല്യാണം കഴിഞ്ഞു, നല്ല സുഖമായിട്ടിരിക്കുന്നു. അവളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം അവൾ പറഞ്ഞപ്പോൾ അത് നിങ്ങളെയും അറിയിക്കണമെന്ന് തോന്നി. അവരവർക്കുണ്ടായ അനുഭവം നമ്മൾ കേൾക്കുന്നതിനേക്കാട്ടിലും അവരനുഭവിച്ചവർക്കേ അറിയുള്ളൂ എത്ര തീവ്രമാണത് എന്നുള്ളത്. എന്തായാലും ഗുരുവായൂരപ്പൻ നമ്മളെ കൈവിടില്ല. നമ്മളുടെ വിഷമം ഗുരുവായൂരപ്പനോട് പറയുമ്പോൾ ആദ്യം നമ്മൾക്ക് കുറച്ച് വിഷമങ്ങൾ തന്നാലും നാളെ നമ്മൾക്ക് നല്ലതേ ഗുരുവായൂരപ്പൻ വരത്തുള്ളൂ. ആദ്യം കുറച്ച് കഷ്ടപ്പെടുത്തിയാലും പിന്നെ നമ്മുടെ ആഗ്രഹം നടത്തി തരിക തന്നെ ചെയ്യും നമ്മുടെ ഗുരുവായൂരപ്പൻ. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോളനെ.